ഹായ്. മലയാളിയുടെ യാത്രാ സ്വപ്നത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഞാനും പങ്കെടുക്കട്ടെ. മലയാളിക്ക് ഒരു അതിവേഗ റെയിൽവേ പാത വേണമെന്ന ഒരു നിലയ്ക്ക് യു ഡി എഫും എത്തിയിരിക്കുകയാണ്. യു ഡി എഫ് നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട്. യു ഡി എഫ് നേതാക്കന്മാർ, മലയാളിക്ക് ഇത്ര വേഗത്തിൽ സഞ്ചരിക്കേണ്ട എന്ത് കാര്യമുള്ളത്, അല്പം സാവധാനത്തിലങ്ങ് പോയാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ കേരളത്തിന് ഒരു അതിവേഗ പാത, റെയിൽവേ പാത വേണമെന്ന് ഒരു താല്പര്യം ജനിച്ചിരിക്കുകയാണ്. നല്ല കാര്യമാണെന്ന് ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. വികസനത്തിൽ രാഷ്ട്രീയമുണ്ട്. ആരുടെ വികസനം, എന്തിനു വേണ്ടിയുള്ള വികസനം, ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ വികസന പദ്ധതികളിലേക്ക് കക്ഷി രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ഒരു നിഷേധാത്മകമായ രാഷ്ട്രീയം ഉടലെടുക്കുന്നത്. കേരളത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്ന് വികസന പദ്ധതികളിലേക്ക് രാഷ്ട്രീയത്തെ കടത്തിവിട്ടതാണ്. ഞാൻ ഉദ്ദേശിച്ചത് കക്ഷി രാഷ്ട്രീയത്തെ. ഇന്ന് കേരളത്തിന്റെ അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വരുന്നത് ഇ ശ്രീധരന്റെ പദ്ധതിയാണ്. അദ്ദേഹം പൂജപ്പുര മുതൽ കണ്ണൂർ വരെയുള്ള ഒരു പാതയാണ് വിഭാവനം ചെയ്തത്. കാസർഗോഡില്ല കേട്ടോ, കണ്ണൂർ വരെയുള്ള. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. തൂണിൽ മേൽപോട്ട് ഉയർത്തിയിട്ടുള്ള അതിവേഗ പാത. അതിനുവേണ്ടി അദ്ദേഹം ചിലവായി കാണുന്നത് 1 കിലോമീറ്ററിന് 127-150 കോടി രൂപയാണ്. ഒരു 65,000 കോടി രൂപയുടെ പദ്ധതി. യു ഡി എഫ് ഗവൺമെന്റ് ഉപേക്ഷിച്ച കേരളയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെലവ് പകുതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ വളരെ ആശ്വാസമായിട്ടുള്ള ഒരു പ്രപ്പോസലാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കേന്ദ്ര മന്ത്രാലയവുമായി, റെയിൽവേ മന്ത്രാലയവുമായി ഇടപെട്ട, പാർലമെന്റിൽ വിഷയം ഉന്നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. ഇ ശ്രീധരന്റെ ഈ പദ്ധതി റെയിൽവേ മന്ത്രാലയത്തിൽ നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നതാണ്. ഇതേക്കുറിച്ച് പാർലമെന്റിൽ ചോദ്യോത്തരവേളയിൽ റെയിൽവേ മന്ത്രിയോട് ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചിരുന്നു. അദ്ദേഹം പരോക്ഷമായിട്ട്, എന്നാൽ അദ്ദേഹത്തിന് ഇ ശ്രീധരനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇ ശ്രീധരൻ എന്ന് പറയുന്നത് BJPയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, അവരുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ശ്രീധരൻ പറയുന്നത് പോലെയല്ല, 1 കിലോമീറ്ററിന് 300 കോടി രൂപയെങ്കിലും ചെലവാക്കിയാൽ മാത്രമേ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന പാത യാഥാർത്ഥ്യമാകുള്ളൂ. Dr. Sridharan's proposal basically says that the state government has no expertise in railways. Second, he says his proposal is basically for a 180 kmph railway line. He has given option of 16 tons low axle load railway line at standard gauge, and he has proposed a elevated line throughout the entire north to south in Kerala. His estimate is about 54,000 crore rupees for the elevated line. We have examined it in full detail. We are actually we intend to call him very soon for discussions on this proposal. Normally elevated lines cost about 300 crore rupees per kilometer. എന്ന് വെച്ചാൽ യഥാർത്ഥ ചെലവിന്റെ പകുതി മാത്രമാണ് ഈ ശ്രീധരൻ തൻ്റെ പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് മന്ത്രി പാർലമെന്റ് തലത്തിൽ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഈ ശ്രീധരൻ വിഭാവനം ചെയ്ത രീതിയിലുള്ള പാത യാഥാർത്ഥ്യമാകണമെങ്കിൽ 1.5 ലക്ഷം കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്ന് അശ്വിനി വൈഷ്ണവ് കൃത്യമായി പാർലമെന്റിൽ ബോധിപ്പിച്ചു. അപ്പൊ ഇനി എന്താണ് നമ്മുടെ മുമ്പിലുള്ള വഴി? എന്തായാലും ഈ ശ്രീധരന്റെ പ്രപ്പോസൽ പ്രകാരം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് റെയിൽവേ മന്ത്രാലയം പറഞ്ഞു. അന്ന് ഈ ശ്രീധരനെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ചർച്ച നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം റെയിൽവേ ബോർഡിന് അറിയാം. ഇപ്പോൾ കേരളയിലെ അതിശക്തിയായി നിർത്ത UDFനെ പിന്തുണച്ച മലയാള മനോരമയ്ക്ക് തന്നെ കാര്യം യാഥാർത്ഥ്യം ബോധ്യമായി. മനോരമ എന്ന വാർത്തയിൽ പരോക്ഷമായി പറഞ്ഞിട്ടുണ്ട് ഈ ശ്രീധരന്റെ പദ്ധതി അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളത്. ഇനി നമ്മുടെ മുമ്പിലുള്ള 2 വഴികൾ നിന്നാണ്. ഒരു വഴി പരമ്പരാഗതമായി ഇന്ന് കേരളത്തിലുള്ള ഈ ഡബിൾ പാത, അത് 3ഉം 4ഉമായിട്ട് വികസിപ്പിക്കുക. അതിന്റെ അപകടം ഞാൻ പറഞ്ഞുതരാം. റെയിൽവേ ഏറ്റെടുത്തിട്ടുള്ള ഒരു പദ്ധതിയും കേരളത്തിലെ 10 വർഷം കൊണ്ടോ 15 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ പൂർത്തിയായിട്ടില്ല. പതിറ്റാണ്ടുകളെടുക്കും. ശബരിപ്പാത 28 വർഷവും മറ്റേ ആയി, ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. എന്തിനേറെ
ചെറിയൊരു നേമൻ ടെർമിനലിന് വേണ്ടി ഒരു വ്യാഴവട്ടം 12-13 വർഷം കഴിഞ്ഞിട്ടും അത് യാഥാർത്ഥ്യമായിട്ടില്ല. അതാണ് റെയിൽവേയുടെ രീതി. ഇനി അതല്ല എങ്കിൽ ഈ കേരളയിലെ രൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരൊക്കെ സ്വീകരിച്ചുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും കൂടി സംയുക്തമായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കുക, പ്രായോഗികമായിട്ടുള്ള പദ്ധതി. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ദുരഭിമാനമൊന്നും വേണ്ടതില്ലെന്ന്. നിങ്ങൾ വേണമെങ്കിൽ കേരളയിലെ സിൽവർ ലൈൻ എന്നൊക്കെ മാറ്റിയിട്ട് ആ പേരൊക്കെ മാറ്റി വേറൊരു പേരിട്ട് കൊണ്ടുവന്നാൽ മതി. നമുക്ക് നല്ലൊരു പാത വേണമെന്നല്ലേ ഉള്ളൂ. അത് പിണറായി കൊണ്ടുവന്ന പദ്ധതി അല്ല നിങ്ങൾ പറഞ്ഞോളൂ, ഇത് ഞങ്ങളുടെ വേറെയാണെന്ന് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് UDF-നോട് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച 7 ഹൈസ്പീഡ് കോറിഡോർ ഉണ്ട്. അതിൽ ചെന്നൈ വരേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഹൈസ്പീഡ് കോറിഡോർ കേരളത്തിലേക്കും കൂടി ദീർഘിപ്പിക്കുക, അതിൻ്റെ ഒരു സൗകര്യം മലയാളിക്ക് ലഭിക്കുക. അതൊക്കെ എത്ര കണ്ട് പ്രായോഗികമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ യഥാർത്ഥ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തൂടെ മലയാളിക്ക് പൂർണ്ണമായും വേഗതയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിവേഗ റെയിൽ പാതയാണ്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അത് പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ നീട്ടുന്നതിന് തടസ്സമൊന്നുമില്ല. അത്തരൊരു പദ്ധതിയാണ് നമുക്ക് വേണ്ടത്. ആ പദ്ധതി യാഥാർത്ഥ്യമാകാൻ എന്ത് ചെയ്യണമെന്ന് പഴയ ഈ പറയുന്ന പോലെ നിഷേധാത്മക രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് സർഗാത്മകമായി, സക്രിയമായി, ക്രിയാത്മകമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുക. പഴയ മാറാലകളൊക്കെ അടിച്ച് വൃത്തിയാക്കുക. സ്പഷ്ടതയോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിവരമ്പിനപ്പുറത്ത് കേരളത്തിന്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ വികസനത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന.